ബഡ്സ് സ്കൂളുകൾ മനുഷ്യസ്നേഹത്തിന്റെ ഉദാത്തമായ മാതൃകകളാണെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന് ശിലാസ്ഥാപനം നടത്തി സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇത്തരം സന്ദർഭങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് സർക്കാർ സഹായം നൽകണമെന്നും അതിലെ മാനദണ്ഡങ്ങളിൽ ഇളവിനായി പരിശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾ എല്ലാം മറന്ന് ഒരു മനുഷ്യനെ പോലും ഉയർത്തെഴുന്നേറ്റതിന്റെ നല്ല ദൃഷ്ടാന്തമാണ് യഥാർത്ഥത്തിൽ സ്ഥലം വാങ്ങുന്നതിന് ആവശ്യമായ സമ്പത്ത് സമാഹരിക്കാൻ കഴിയും. നിശ്ചയമായും ഇത്തരത്തിലുള്ള സ്കൂളുകൾക്ക് അനിവാര്യമായ സംഭാവനകൾ കൊടുക്കേണ്ടല്ലെങ്കിൽ അതിനാവശ്യമായ ഫണ്ട് അനുവദിച്ചു കൊടുക്കേണ്ടത് ഏറ്റവും പ്രത്യേകമായി മറ്റേത് ഘടകത്തെക്കാൾ ഉപരി ഇത്തരം സ്കൂളുകൾക്കാണ് കൊടുക്കേണ്ടത് എന്ന കാര്യത്തിൽ എനിക്ക് അഭിപ്രായമുണ്ട്. ഈ അടുത്ത കാലത്ത് ഇത്തരം സ്കൂളുകൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന കെട്ടിടങ്ങളെ ടാക്സും പെർമിറ്റ് എടുക്കുമ്പോൾ കൊടുക്കേണ്ടുന്ന അതിന്റെ ചാർജ് കൊടുക്കുന്നതിന് വേണ്ടി ഒരു സ്ഥലത്ത് വലിയ ബിൽഡിംഗ് പണിതിരുന്ന ഒരു സ്കൂളിന് 12,85,000 രൂപ അടയ്ക്കാനുണ്ടായി. അതിങ്ങനെ കുറെ കാലമായി അടക്കാതിരുന്നവർ നടന്നിരുന്ന അടുത്ത് ഈ അടുത്ത കാലത്ത് നമ്മുടെ എം.വി. രാജേഷിന്റെ അദാലത്ത് വന്നപ്പോൾ ഞാൻ ആ വിഷയം അദ്ദേഹത്തിന്റെ മുമ്പിൽ ഉന്നയിച്ച് ആ സ്കൂളുകാരെയും ആ ബഡ് സ്കൂളുകാരെയും കൊണ്ട് വിളിച്ചു കൊണ്ടുപോയി സംസാരിച്ച് അതിനായി ഇപ്പോൾ ഒരു പുത്തൻ ഓർഡർ ഇറങ്ങിക്കൊണ്ട് ഇനിമേലിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നിർമ്മിക്കുന്ന സ്കൂളുകൾക്കൊന്നും ഇത്തരത്തിലുള്ള ടാക്സികൾ വേണ്ട എന്ന ഒരു ഉത്തരവാണ്. അപ്പൊ നമ്മൾ ശ്രമിച്ചാൽ നടക്കും എന്നുള്ളതിന് ഏറ്റവും നല്ല തെളിവാണ്. ബഹുമാനപ്പെട്ട എം.എൽ.എ അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് സംഭാവന ചെയ്യാം എന്ന് സൂചിപ്പിച്ചു തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. ആ നിലയിൽ ഇതിന് മറ്റേതിന് കൊടുക്കുന്നതിനേക്കാളും പ്രാധാന്യമുണ്ട്. ഉന്നതമായ സാമൂഹ്യ ബോധത്തിന്റെയും ഉദാത്തമായ മനുഷ്യസ്നേഹത്തിന്റെയും ഒക്കെ പ്രതീകമായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ നമുക്ക് കാണാം. അതിനോട് സഹകരിച്ച് ബഹുമാനപ്പെട്ട എം.എൽ.എയും അതുപോലെ പഞ്ചായത്തും ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളും ജാതി മതവർഗ വർഗ വ്യത്യാസമില്ലാതെ എല്ലാവരും ചേർന്ന് ഒരു ടീമായി നമ്മൾ മുന്നോട്ട് വന്ന് ഇത്തരം ഒരു സ്കൂൾ സ്ഥാപിക്കുമ്പോൾ ഒരു നാടിന്റെ സാമൂഹികവും സാംസ്കാരികവുമായ ഔന്നിത്യമാണ് നാം തെളിയിക്കപ്പെടുക. ആ നിലയിലേക്ക് ഈ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തും ഇവിടുത്തെ ജനങ്ങളും സംസ്കാര സമ്പന്നമായ ഒരു സമീപനം ഏറ്റെടുത്ത് ഈ ബഡ് സ്കൂൾ എത്രയും വേഗം അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കിഴക്കത്തല ബസ് സ്റ്റാൻഡിൽ പ്രത്യേകം ഒരുക്കിയ വേദിയിൽ നടന്ന ചടങ്ങിൽ എ.പി. അനിൽകുമാർ എം.എൽ.എ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ. തങ്കമ്മു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി.എസ്. പൊന്നമ്മ ടീച്ചർ, വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ടി.കെ. ഉമ്മർ, ഷീന ജിൽസ്, ഷീബ പള്ളിക്കുത്ത്, പഞ്ചായത്ത് സെക്രട്ടറി സി.പി. ഹസീന, കെ. ജെയിംസ് മാസ്റ്റർ, ഹംസ കുന്നനാഥ് എന്നിവർ പ്രസംഗിച്ചു. സ്കൂളുകൾ യഥാർത്ഥത്തിൽ ഓരോ പഞ്ചായത്തിന്റെയും കീഴിലാണ്. ഏറ്റവും പ്രയാസപ്പെട്ട കുട്ടികളാണ് പഠിക്കുന്നത്. പക്ഷെ നമുക്ക് എം.എൽ.എ ഫണ്ട് നമുക്ക് പല കാര്യങ്ങളിലും ഇത്തരം കാര്യങ്ങൾ വിനിയോഗിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളാണ്. ഞാൻ 4 ബഡ്സ് സ്കൂളിന് കഴിഞ്ഞ തവണ നമ്മുടെ മണ്ഡലത്തിന്റെ കാളിയാവ് ഉൾപ്പെടെയുള്ള വാഹനത്തിന് കൊടുത്തെങ്കിലും നിലവിലുള്ള നമ്മുടെ ഗൈഡ് ലൈൻ അനുസരിച്ച് അത് മുൻകാലങ്ങളിലൊക്കെ ഉള്ളതാണ്. ഇന്ന് ബഡ്സ് സ്കൂളുകൾക്ക് എം.എൽ.എമാർക്ക് വാഹനങ്ങൾ കൊടുക്കാൻ ആസ്തി വികസന ഫണ്ട് വിനിയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം. യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ പരിഗണന അറിയിക്കുന്ന ഒന്നാണ് ബഡ്സ് സ്കൂളുകൾ. മലപ്പുറത്ത് ജില്ലയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ജില്ലയിലും ഇല്ലാത്ത രീതിയിൽ 2 കാര്യങ്ങൾ ഏറ്റവും നന്നായി നടക്കുന്നു. ഒന്ന് നമ്മുടെ പാലിയേറ്റീവ് കെയർ സെന്റർ, മറ്റൊന്ന് ബഡ്സ് സ്കൂൾ. നമുക്ക് കരുവാരക്കുണ്ട് പാലിയേറ്റീവ് സെന്റർ തന്നെ കേരളത്തിൽ തന്നെ മാതൃക ആയിക്കൊണ്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് കെട്ടിടമുണ്ടാക്കി അതിനകത്ത് 100 കണക്കിന് രോഗികളെ പരിപാലിച്ചു പോരുന്ന ഒരു സ്ഥാപനമാണ്. യഥാർത്ഥത്തിൽ അവിടെ പഞ്ചായത്തിനോ ബ്ലോക്ക് പഞ്ചായത്തിനോ ഗവൺമെന്റിനോ ഒന്നും തന്നെ ഒരു പൈസ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ജനങ്ങളുടെ ഒരു പിന്തുണയോടുകൂടി മാത്രമാണ് നടന്നു പോകുന്നത്. മലപ്പുറം ജില്ല അതിന് മാതൃകയാണ്. ബഡ്സ് സ്കൂളും മറിച്ചല്ല സ്ഥിതി. പഞ്ചായത്ത് വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നു. യഥാർത്ഥത്തിൽ ആവശ്യമായ പണം പലപ്പോഴും കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ എം.എൽ.എ ഫണ്ട് വിനിയോഗിക്കാനുള്ള ഒരു ഉത്തരവ് ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ യഥാർത്ഥത്തിൽ 25 ലക്ഷം രൂപ ഞാനിത് പ്രഖ്യാപിച്ചെങ്കിലും അത് ഫയല് പോകണം. പക്ഷെ എന്റെ ഒരു ധൈര്യം എന്ന് പറയുന്നത് എം.എൽ.എ ഫണ്ടിൽ നിന്ന് അത് നൽകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ ഉറപ്പ് പറയുന്നു എം.പി ഫണ്ടിൽ നിന്ന് ആ 25 ലക്ഷം രൂപ നൽകും. എം.പി ഫണ്ടിന് കുറെ ഏറെ ഗൈഡ് ലൈൻ കുറെ കൂടി സുതാര്യമാണ്. 2015 മുതൽ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ പിന്നേക്കാട് പവനംപറമ്പിൽ പ്രവർത്തിച്ചു വരുന്നു. 17 കുട്ടികളുമായി ആരംഭിച്ച ആ സ്കൂളിൽ ഇന്ന് 30 കുട്ടികളോളം ദിവസം വന്നു പോകുന്നുണ്ട്.
രജിസ്റ്റർ ചെയ്ത കുട്ടികൾ 100 മുകളിലുമുണ്ട്. കിടപ്പ് രോഗികളായ ഭിന്നശേഷിക്കാരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവിടെയുള്ളത് ഏറ്റവും പരിമിതമായ ചുറ്റുപാടാണ്. 2 ചെറിയ ക്ലാസ് റൂമാണ്. യോഗ്യതയുള്ള 2 ടീച്ചർമാരും 2 ആയമാരുമാണ് അവിടെയുള്ളത്. അവർക്ക് വേണ്ട തെറാപ്പികളും അവിടെ കൊടുക്കുന്നുണ്ട്. ഈ വിവിധ തെറാപ്പികൾ നടത്തുന്നതിനും അവർക്കുള്ള അക്കാഡമിക് ക്ലാസുകൾ നടത്തുന്നതിനും അവരുടെ പാഠ്യേതര പ്രവർത്തനവുമായിട്ട് ഈ പരിമിതമായ ചുറ്റുപാടിൽ ഈ കുഞ്ഞുങ്ങൾ ശ്വാസം മുട്ടി നിൽക്കുകയാണ്. ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് കരുവാരക്കുണ്ടിലെ ജനങ്ങളുടെയും ബഡ് സ്കൂളിലെ കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും PTA-കാരുടെയും എല്ലാ ആവശ്യങ്ങൾ മുൻനിർത്തി കരുവാരക്കുണ്ട് പഞ്ചായത്ത് ഒരു ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു കെട്ടിടം. ഈ വെക്കേഷനിൽ ഇനി കളിച്ചു പഠിക്കാം, പഠിച്ചു രസിക്കാം. കുട്ടികളുടെ വീടിനടുത്ത് തന്നെ ബീസ്മാർട്ട് അബാക്കസിന്റെ വെക്കേഷൻ ക്ലാസുകൾ. 1.5 മണിക്കൂറിന്റെ ഓരോ ക്ലാസ്സിലും കുട്ടികൾക്ക് മാറ്റമുണ്ടാക്കി ടാലന്റ് റെക്കോർഡ് ബുക്കിൽ ഇടം പിടിച്ച ഇന്ത്യയിലെ ഏക അബാക്കസ് പരിശീലന സ്ഥാപനം. കേരളത്തിലെ എല്ലാ വാർഡുകളിലും വെക്കേഷൻ ക്ലാസുകൾ നടത്തുന്നു. LKG UKG വിദ്യാർത്ഥികൾക്കും 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും പ്രത്യേക കോഴ്സുകൾ. വെക്കേഷൻ ക്ലാസുകൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ അഡ്മിഷൻ തുടരുന്നു. ആദ്യ 20 കുട്ടികൾക്ക് 50% ഫീസ് ഇളവ്. ബീസ്മാർട്ട് അബാക്കസ് 9447164411 കേരളത്തിലെ എല്ലാ വാർഡുകളിലും.